നാടൊരുങ്ങി. നിയമലംഘനങ്ങൾ തടയാൻ പരിശോധന കർശനമാക്കി പോലീസ്. വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുന്നവർ മൊബൈൽ നമ്പർ പ്രദർശിപ്പിക്കണമെന്ന് പോലീസ്. തൃശൂർ കുന്നംകുളം സംസ്ഥാനപാതയുടെ പുനർനിർമ്മാണം വൈകുന്നു. റോഡ് പുനർനിർമ്മാണം പൂർത്തിയാകാൻ ഇനിയും 1 വർഷമെടുക്കുമെന്ന് സൂചന. തൃശൂർ കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഡെപ്യൂട്ടി മേയർ ML റോസി. തൃശൂർ കോർപ്പറേഷന്റെ ചരിത്രത്തിലെ ഏറ്റവും അധപതിച്ച കൌൺസിലാണ് ഇപ്പോൾ നിലവിലുള്ളതെന്ന് കുറ്റപ്പെടുത്തൽ. കുന്നംകുളം മാർത്താറ്റ് ഭാര്യ സഹോദരിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് കടബാധ്യതകൾ തീർക്കാൻ. തെളിവെടുപ്പിനിടെ പ്രതിയെ കയ്യേറ്റത്തിനൊരുങ്ങി നാട്ടുകാർ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദുരിതം പേറി ജില്ലയും. പോയ വർഷം ജില്ല കണ്ടത് പൊള്ളുന്ന വെയിലും പ്രളയം സൃഷ്ടിച്ച മഴയും. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദുരിതം പേറി കർഷകരും. വാർത്തകൾ വിശദമായി. പുതുവത്സരത്തെ വരവേൽക്കാൻ നാടൊരുങ്ങി. ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ, മാളുകൾ, പ്രധാന തെരുവുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ പോലീസ് പെട്രോളിംഗും നിരീക്ഷണവും കർശനമാക്കും. പുതുവത്സരാഘോഷം നടക്കുന്ന പ്രധാന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ കർശനമാക്കുന്നതിനും സ്പെഷ്യൽ ടീമുകൾ രൂപീകരിച്ചിട്ടുണ്ട്. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ആളുകൾ കൂടുതലായി കൂടുന്ന ഇടങ്ങളിലും ഡ്രോൺ നിരീക്ഷണം ശക്തമാക്കും. ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. മദ്യപിച്ച് വാഹനമോടിക്കുക, അമിതവേഗം, അശ്രദ്ധയോടെ വാഹനമോടിക്കുക, പ്രായപൂർത്തിയാകാത്തവരുടെ ഡ്രൈവിംഗ്, അഭ്യാസ പ്രകടനങ്ങൾ എന്നിവ ബോർഡർ സീലിംഗിലൂടെയും കർശന വാഹന പരിശോധനയിലൂടെയും തടയുന്നതാണ്. വാഹനങ്ങൾ പാർക്ക് ചെയ്ത ശേഷം പുതുവത്സരാഘോഷത്തിന് പോകുന്നവർ തങ്ങളുടെ മൊബൈൽ നമ്പർ വാഹനത്തിൽ പ്രദർശിപ്പിക്കേണ്ടതാണ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള ശബ്ദമലിനീകരണ നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. തൃശൂർ കുന്നംകുളം സംസ്ഥാനപാതയുടെ പുനർനിർമ്മാണം വൈകുന്നു. റോഡ് നിർമ്മാണത്തിനുള്ള ടെൻഡർ ഇനിയും ഉറപ്പിച്ചിട്ടില്ല. ടെൻഡർ നടപടികൾ പൂർത്തിയായാലും റോഡ് പുനർനിർമ്മാണം പൂർത്തിയാവാൻ 1 വർഷമെടുക്കുമെന്നാണ് സൂചന. തകർന്ന റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നുവെങ്കിലും പലയിടത്തും റോഡ് തകർന്നു. റോഡിലെ യാത്രാദുരിതം മൂലം കഴിഞ്ഞ ജൂണിൽ മുഖ്യമന്ത്രി ഈ റോഡ് ഒഴിവാക്കി സഞ്ചരിച്ചത് വാർത്തയായിരുന്നു. നിരവധി അപകടങ്ങളാണ് ഈ റൂട്ടിൽ സംഭവിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ റോഡിലെ കുഴിയിൽ വീണ് ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വാഹനത്തിന്റെ ടയർ പഞ്ചറായിരുന്നു. തൃശൂർ കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി ഡെപ്യൂട്ടി മേയർ ML റോസി. ഇതുവരെയുള്ളതിൽ ഏറ്റവും അധപതിച്ച കൌൺസിലാണിതെന്ന് കുറ്റപ്പെടുത്തൽ. കോർപ്പറേഷൻ അധീനതയിലും ഗ്രൌണ്ടുകൾ വാടകയ്ക്ക് നൽകുന്നതിനെ ചൊല്ലി ഭരണ പ്രതിപക്ഷാംഗങ്ങൾ കൊമ്പുകോർത്തു. വാക്കേറ്റവും വൈകാരികതയും വാദപ്രതിവാദങ്ങളും നിറഞ്ഞതായിരുന്നു തൃശൂർ കോർപ്പറേഷന്റെ 2024 അവസാന കൌൺസിൽ യോഗം. ഗ്രൗണ്ട് വാടകയ്ക്ക് കൊടുക്കുന്നത് സംബന്ധിച്ച മേയറുടെ കുറിപ്പോടെ വായിച്ച ബൈലോയിലായിരുന്നു തുടക്കം. ഇതിന് പിന്നാലെ ഇക്കാര്യത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈലോയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കൌൺസിലർമാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ഭരണപക്ഷാംഗം കൂടിയായ സുബി സുകുമാർ ആരോപിച്ചു. ഇതിനെതിരെ പ്രതിപക്ഷാംഗം കൂടിയായ നഗരാസൂത്രണ കമ്മിറ്റി ചെയർമാൻ മുകേഷ് കൂളപ്പറമ്പിൽ രംഗത്ത് വന്നു. ബൈലോയിൽ പ്രത്യേകം പരാമർശിച്ചിട്ടില്ലെങ്കിലും കോർപ്പറേഷന് കീഴിലുള്ള ഗ്രൗണ്ടുകൾ വാടകയ്ക്ക് നൽകുമ്പോൾ അതാത് കമ്മിറ്റികൾ അറിയണമെന്ന് ചെയർമാൻ ചൂണ്ടിക്കാട്ടി. ഇതിനിടെ വീണ്ടും സുബി പ്രതികരിക്കാനെത്തിയത് വാക്കേറ്റത്തിനിടയാക്കി. ബൈലോ 2019 കൗൺസിൽ അംഗീകരിച്ചതാണെന്ന് ഭരണപക്ഷ കൗൺസിലർ രാജശ്രീ ഗോപൻ പറഞ്ഞു. എന്നാൽ ബൈലോയെ എതിർക്കുന്നില്ലെന്നും ഇതിന് സർക്കാരിന്റെ അനുമതിയുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷാംഗം ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. ചർച്ചയിൽ അതിവൈകാരികമായാണ് ഡെപ്യൂട്ടി മേയർ ML റോസി പ്രതികരിച്ചത്. ഒരു കാര്യത്തിലും കൂടിയാലോചനകളില്ല. കോർപ്പറേഷൻ ആരുടെയും തറവാട്ട് സ്വത്തല്ല. ആലോചിച്ച് തീരുമാനമെടുത്ത് പ്രവർത്തിച്ചാൽ നന്ദി എന്ന് പറഞ്ഞ ML റോസി വിഷയങ്ങൾ സ്റ്റിയറിംഗ് കമ്മിറ്റി വിളിച്ച് ചർച്ച ചെയ്യണമെന്നും തനിക്ക് പദവിയേ ഉള്ളൂ, അധികാരമില്ലെന്നും കൂട്ടിച്ചേർത്തു. വളരെ സങ്കടകരമായി പറയണം, ഇവിടെ നടക്കുന്ന ഒരു കാര്യം പോലും ഇവിടെ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇത് ഒരാളുടെ തറവാട് സ്വത്തല്ല. കൗൺസിലും അതിന് മര്യാദയുണ്ട്. ഞാൻ 29 വർഷം കൗൺസിലറായിട്ട് ഈ ടൈം പോലെ അധപതിച്ച കൗൺസിൽ ഞാൻ കണ്ടിട്ടില്ല. വളരെ വിഷമമുണ്ട്. ഞാൻ പല പ്രാവശ്യം പറയുന്നത് ഇവിടെ സങ്കടമുണ്ട്, ദുഃഖമുണ്ട്. വിളിച്ചിട്ട് തീരുമാനങ്ങൾ എടുത്തൂടെ? എന്തെങ്കിലും ആ ഭാഗത്തുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആരും ഉത്തരം പറയും. മേലും വല്ല സെക്രട്ടറി വരുമോ? നിങ്ങളാണ് ചെയ്യുന്നത്. ഉത്തരവാദികളെല്ലാം കൗൺസിലേഴ്സാണ്. അതിന് ഉത്തരം പറയുന്നത് ഞങ്ങൾ ഓരോരുത്തരാണ്. എനിക്ക് ഡെപ്യൂട്ടി മേയറായിട്ട് അധികാരങ്ങളൊന്നുമില്ല. പക്ഷെ എന്റെ ജനം എന്നെ സ്നേഹിക്കുന്നുണ്ട്.
ഡെപ്യൂട്ടി മേയർക്ക് പിന്തുണയുമായി BJP കോൺഗ്രസ് അംഗങ്ങൾ രംഗത്ത് വന്നു. ഭരണപക്ഷ അംഗം കൂടിയായ ഡെപ്യൂട്ടി മേയറുടെ പരാമർശം ഗൗരവമായി കണ്ട് മേയർ പോരായ്മയും തെറ്റുകളും എന്തെന്ന് ആത്മപരിശോധന നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ പറഞ്ഞു. കോർപ്പറേഷന്റെ സഹകരണത്തോടെ പാലസ് ഗ്രൗണ്ടിൽ നടത്തുന്ന സൺബേൺ എന്ന പുതുവർഷ ആഘോഷ പരിപാടിയിൽ ബിയർ വിതരണം ചെയ്യുമെന്ന സംഘാടക പരസ്യം ചട്ടലംഘനമാണ്. ഇത് അംഗീകരിക്കാനാകില്ല. ഒപ്പം ശക്തൻ ഗ്രൗണ്ടിൽ നടത്തിയ പരിപാടിയിൽ 28ഓളം പേർക്ക് പരിക്ക് പറ്റിയത് ഗുരുതരമാണെന്നും ഗ്രൗണ്ടിന് അനുമതി നൽകുമ്പോൾ സുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. TCV തൃശൂർ. ഇപ്പോൾ കിട്ടിയ വാർത്ത. തൃശൂർ പാലസ് റോഡിന് സമീപം യുവാവ് കുത്തേറ്റ് മരിച്ചു. തൃശൂർ പാലിയം റോഡ് സ്വദേശി 30 വയസ്സുള്ള ലിവിനാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യലഹരിയിൽ ലിവിൻ തന്നെ ആക്രമിച്ചതായി 9ാം ക്ലാസ്സുകാരൻ പോലീസിന് മൊഴി നൽകി. ലിവിന്റെ മൃതദേഹം തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ചൊവ്വാഴ്ച രാത്രി 9ഓടെയായിരുന്നു സംഭവം. കുന്നംകുളം ആർത്താറ്റ് ഭാര്യ സഹോദരിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് കടബാധ്യതകൾ തീർക്കാൻ. ആർത്താറ്റ് സ്വദേശിനി നാടഞ്ചേരി വീട്ടിൽ 50 വയസ്സുള്ള സിന്ധുവാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ സിന്ധുവിന്റെ സഹോദരിയുടെ ഭർത്താവ് മുതുവറ സ്വദേശി കണ്ണനെ പോലീസ് പിടികൂടിയിരുന്നു. പ്രതിക്ക് 7 ലക്ഷം രൂപ കടമുണ്ടായതായി പറയുന്നു. ഈ കടം തീർക്കുന്നതിനായി വീട്ടമ്മയുടെ സ്വർണം കവരുന്നതിനായാണ് പ്രതി കൊലപാതകം നടത്തിയത് എന്ന് പോലീസ് പറഞ്ഞു. പ്രതി കറുത്ത ടീഷർട്ടും മാസ്കും ധരിച്ചിരുന്നെന്ന അയൽവാസികളായ ദമ്പതികൾ നൽകിയ മൊഴിയാണ് കേസിൽ നിർണായകമായത്. 6 വളയും സ്വർണമാലയും പ്രതിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ആർത്താറ്റ് വീട്ടമ്മയെ കഴുത്തിന് വെട്ടി ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുന്നതിനിടെ സംഘർഷം. കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ CR സന്തോഷ്, സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയുമായി തെളിവെടുപ്പിനെത്തിയത്. പ്രതി കൊലപാതകത്തിനായി ഉപയോഗിച്ച വെട്ടുകത്തി സമീപത്തെ പാടത്തു നിന്നും, രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ നഷ്ടപ്പെട്ട ചെരുപ്പ് സമീപത്തെ പറമ്പിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. തെളിവെടുപ്പിന് ശേഷം മടങ്ങവെ പ്രതിയെ ബന്ധുക്കളും നാട്ടുകാരും അസഭ്യം വിളിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹത്തിലായിരുന്നു തെളിവെടുപ്പ്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ദുരിതം തുടർക്കഥയാകുന്നു. പോയ വർഷം ജില്ല കണ്ടത് പൊള്ളുന്ന വെയിലും പ്രളയമഴയും. വേനലിൽ കൊടും ചൂടായിരുന്നുവെങ്കിൽ അപ്രതീക്ഷിത മഴയിൽ പലതവണ ജില്ല വെള്ളക്കെട്ടിലായി. ഒരേ ഒരു മഴയിൽ തൃശൂർ നഗരം വെള്ളക്കെട്ടിൽ സ്തംഭിച്ചത് പോയ വർഷം കണ്ടു. ഇത് പലതവണ ആവർത്തിച്ചു. സമീപ വർഷങ്ങളിൽ ജില്ലയിലെ കാലാവസ്ഥ പ്രവചനാതീതമായി തീർന്നിരിക്കുകയാണ്. ഇതുമൂലം വൻ കൃഷിനാശവും സംഭവിച്ചു. വേനലിലെ കൊടും ചൂടിൽ നിരവധി പേർക്ക് സൂര്യതപമേറ്റു. കാലാവസ്ഥാ മാറ്റം മൂലമുള്ള ദുരിതം ഓരോ വർഷവും ഏറിവരികയാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ജില്ലയിൽ ഒട്ടേറെ കൃഷിയാണ് പോയ വർഷം നശിച്ചത്. പോലീസ് തലപ്പത്ത് അഴിച്ചുപണി. പോലീസ് അക്കാദമി ഡയറക്ടറായി K. സേതുരാമനെ നിയമിച്ചു. തൃശൂർ റേഞ്ച് DIGയായി ഹരിശങ്കറിനെയും നിയമിച്ചു. വൈദ്യുതി സർചാർജ് ഈടാക്കാൻ KSEBയ്ക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ജനുവരി മുതൽ യൂണിറ്റിന് 9 പൈസ വെച്ച് സർചാർജ് ഈടാക്കാം. യൂണിറ്റിന് 17 പൈസ വർദ്ധിപ്പിക്കണമെന്നായിരുന്നു KSEB ആവശ്യപ്പെട്ടിരുന്നത്. പരിയാരം കൊന്നക്കുഴിയിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വീണ് ടാപ്പിംഗ് തൊഴിലാളി മരിച്ചു. കാലടി പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ അയ്യമ്പുഴ 8ാം ബ്ലോക്കിൽ താമസിക്കുന്ന കുറ്റിച്ചിറ വീട്ടിൽ 60 വയസ്സുള്ള ബാബുവാണ് മരിച്ചത്. കെട്ടിടത്തിന്റെ മുകളിലെ നിലയിൽ ഉറങ്ങുകയായിരുന്ന ബാബു പ്രാഥമിക ആവശ്യത്തിനായി എഴുന്നേറ്റ് പുറത്തു വന്നപ്പോൾ കാൽ തെറ്റി താഴേക്ക് വീണതാണെന്ന് കരുതുന്നു. രാവിലെ മറ്റ് തൊഴിലാളികൾ എത്തിയപ്പോഴാണ് ബാബുവിനെ താഴെ വീണ നിലയിൽ കണ്ടെത്തിയത്. ഉടനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. പ്ലാന്റേഷൻ റോഡിൽ ആനകളുടെ ശല്യമുള്ളതിനാൽ റബ്ബർ തോട്ടത്തിലെ കെട്ടിടത്തിലാണ് ബാബു കഴിഞ്ഞിരുന്നത്. കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ ഉമ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. ശ്വാസകോശത്തിന്റെ നില മെച്ചപ്പെട്ടതായി മെഡിക്കൽ ബുള്ളറ്റിൽ പറയുന്നതിനോട് പ്രതികരിക്കുന്നുണ്ടെന്നും ഡോക്ടർമാർ പറഞ്ഞു. ആശാവഹമായ പുരോഗതിയുണ്ടെങ്കിലും അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. അപകടം ഉണ്ടായ സംഭവത്തിൽ സംയുക്ത പരിശോധനാ റിപ്പോർട്ടും പുറത്തുവന്നു. കല്ലൂർ സ്റ്റേഡിയത്തിൽ വൻ സുരക്ഷാ വീഴ്ച എന്നാണ് സംയുക്ത പരിശോധനാ റിപ്പോർട്ട്. പോലീസും ഫയർഫോഴ്സും പൊതുമരാമത്ത് വിഭാഗവും ചേർന്നാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. സ്റ്റേജ് നിർമ്മിച്ചത് അപകടകരമായി തന്നെയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു.
കോൾ കർഷകർ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നെല്ല് സംഭരണ തറവിലയിൽ വെട്ടിക്കുറച്ച് പ്രോത്സാഹന തുക പുനഃസ്ഥാപിക്കാനും രാസവളത്തിന്റെയും കീടനാശിനികളുടെയും വിലവർദ്ധനവ് തടയണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം. കോൾ കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് മുരളി പെരുന്നെല്ലി എംഎൽഎ ധർണ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി കെ കൊച്ചുമുഹമ്മദ്, വൈസ് പ്രസിഡന്റ് കെ രാജേന്ദ്രബാബു, സെക്രട്ടറി PR വർഗീസ്, ഓർഗനൈസിംഗ് സെക്രട്ടറി NK സുബ്രഹ്മണ്യൻ, ഗോപി കൊളങ്ങാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൾ കർഷകർ കളക്ടർക്ക് നിവേദനം നൽകി. ഏനാമാവ്, ഇടിയഞ്ചിറ, കൂത്തുമാക്കൽ, ഇല്ലിക്കൽ, കൊറ്റൻകോട് എന്നീ റെഗുലേറ്ററുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി യന്ത്രവൽക്കരിക്കൽ, കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകൽ, കൃഷി വകുപ്പ് ശുപാർശ ചെയ്യുന്ന അളവിൽ കുമ്മായം സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യൽ തുടങ്ങിയ ആവശ്യങ്ങൾ കർഷകർ ഉന്നയിച്ചു. സാധാരണക്കാർക്ക് സമയബന്ധിതമായി വൈദ്യുതി കണക്ഷനുകൾ ലഭ്യമാക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. നവീകരിച്ച ചൂലിശ്ശേരി പോൾ കാസ്റ്റിംഗ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതി ഉൽപാദന വിതരണ രംഗത്തേക്ക് സ്വകാര്യ കമ്പനികളെ ആകർഷിക്കാനുള്ള നയങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റിന്റേത്. ഇത് വൈദ്യുതി നിരക്ക് വളരെയധികം ഉയരാൻ കാരണമായിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ വൈദ്യുതി നിരക്ക് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറവാണെന്നും മന്ത്രി പറഞ്ഞു. സേവ്യർ ചിറ്റ്ലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. കെ രാധാകൃഷ്ണൻ MP, KSEB ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. പറഞ്ഞാൽ ഒരു കരഭൂമിയാണ്. മറ്റു പലയിടത്തും ഉള്ളതിനേക്കാൾ ഉപരിയായി മറ്റു പലയിടത്തും നല്ലോണം വെള്ളം കയറിയാൽ മിക്കവാറും ഇതിന്റെ ഉദ്ഘാടന പരിപാടിയായി വന്നതിന് ശേഷമാണ് പ്രധാനപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും ശോഭാ സിറ്റി കിട്ടുന്ന ഒരു വൈദ്യുതിയാണ് യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ പ്രയോജനപ്പെടുത്തുന്നത് എന്ന് നേരത്തെ ഞങ്ങൾ ഈ വൈദ്യുതി വകുപ്പ് മന്ത്രി പെരുമ്പിലാവ് ആനക്കല്ലിൽ മദ്യലഹരിയിൽ യുവാവിനെ സുഹൃത്ത് വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ആനക്കല്ല് സ്വദേശി ചാലിശ്ശേരി വീട്ടിൽ രതീഷിനാണ് വെട്ടേറ്റത്. സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സുഹൃത്ത് ബാലകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചൊവ്വാഴ്ച രാത്രി 7:30യോടെയാണ് ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയായിരുന്ന സുഹൃത്തുക്കളായ യുവാക്കൾ തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ബാലകൃഷ്ണൻ കയ്യിൽ കരുതിയ കത്തിയെടുത്ത് രതീഷിനെ ആക്രമിക്കുകയുമായിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ രതീഷിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്തെ ചരക്ക് ഗതാഗത മേഖലയിലെ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഫെബ്രുവരി അവസാന വാരം പണിമുടക്ക് നടത്തുമെന്ന് തൃശൂരിൽ ചേർന്ന കേരള സ്റ്റേറ്റ് ഗുഡ്സ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന കൺവെൻഷൻ തീരുമാനിച്ചു. മേഖലയിലെ തൊഴിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ തൊഴിൽ വകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലെ തീരുമാനങ്ങൾ നടപ്പിലാക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനായി ജില്ലാ കളക്ടറേറ്റുകളിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും പ്രതിഷേധ മാർച്ചുകൾ നടത്തും. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് TK രാജൻ അധ്യക്ഷത വഹിച്ചു. സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി M ഇബ്രാഹിംകുട്ടി, മോട്ടോർ കോൺഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CK ഹരികൃഷ്ണൻ, ഫെഡറേഷൻ നേതാക്കളായ B ഹരികുമാർ, KK ദിവാകരൻ, VS ശ്രീകാന്ത് എന്നിവർ സംസാരിച്ചു. യാത്രക്കാരുടെ നിരന്തരമായ ആവശ്യങ്ങൾക്കൊടുവിൽ തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് പാലക്കാട്ടേക്ക് നീട്ടാൻ സാധ്യതയേറുന്നു. നിരവധി ട്രെയിനുകൾ പാലക്കാട് നിന്ന് എറണാകുളം ഭാഗത്തേക്കും തിരിച്ചും സർവീസ് നടത്തുന്നുണ്ടെങ്കിലും ജനറൽ കോച്ചുകളുടെയും സ്റ്റോപ്പുകളുടെയും അപര്യാപ്തതയാണ് വേണാടിന് വേണ്ടിയുള്ള ആവശ്യം വീണ്ടും സജീവമാകാൻ കാരണമായത്. ഉച്ചയ്ക്ക് 12:15 മുമ്പ് ഷൊർണൂരിലെത്തുന്ന വേണാട് 2:35 വരെ ഷൊർണൂരിൽ നിർത്തിയിടും. ഈ സമയം നിലമ്പൂരിലേക്കും കോഴിക്കോട്ടേക്കും സർവീസ് ദീർഘിപ്പിക്കണമെന്ന ആവശ്യം ആദ്യം റെയിൽവേയെ അറിയിച്ചെങ്കിലും റെയിൽവേ തള്ളിക്കളയുകയായിരുന്നു. പാലക്കാടിലൂടെ തിരുവനന്തപുരം കേരള എക്സ്പ്രസ്, എറണാകുളം ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും വടക്കാഞ്ചേരി, ഇരിങ്ങാലക്കുട, ചാലക്കുടി പോലുള്ള സ്റ്റേഷനിലേക്കുള്ള യാത്രക്കാർ ദുരിതത്തിലാണ്. നഷ്ടപ്പെടുമെന്ന് കരുതിയ 3 കുരുന്നുകളെ പൂർണ്ണ ആരോഗ്യത്തോടെ തിരികെ നൽകി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി ആതുര സേവന രംഗത്ത് വീണ്ടും മാതൃകയായി. പാലക്കാട് സ്വദേശികളായ തമിഴ്നാട് തിരുപ്പൂരിൽ താമസിക്കുന്ന പ്രസീതയും ജയപ്രകാശുമാണ് 18 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ച പൊന്നോമനുകളുമായി സന്തോഷത്തോടെ നാട്ടിലേക്ക് മടങ്ങിയത്. രക്ഷപ്പെടില്ലെന്ന് കരുതിയിരുന്ന 3 കുരുന്നുകളെയും വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള അതിതീവ്ര പരിചരണം നൽകി 3 മാസത്തെ ശ്രദ്ധാപൂർവമായ ചികിത്സയിലൂടെയാണ് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരികെ എത്തിച്ചത്. 10 ലക്ഷത്തിലേറെ ചിലവ് വരുന്ന ചികിത്സ 3 കുഞ്ഞുങ്ങൾക്കും സൌജന്യമായാണ് ലഭ്യമാക്കിയത്. മാതൃകാപരമായ പരിചരണം നൽകി കുഞ്ഞുങ്ങളെ രക്ഷിച്ച മെഡിക്കൽ കോളേജിലെ ടീമിനെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു.
സെർവർ തകരാർ മൂലം സംസ്ഥാന വ്യാപകമായി റേഷൻ വിതരണം തടസ്സപ്പെട്ടു. ഈ മാസത്തെ റേഷൻ വിതരണം ചൊവ്വാഴ്ച അവസാനിക്കാനിരിക്കെയാണ് സെർവർ തകരാർ മൂലം റേഷൻ വിതരണം ഭാഗികമായി നിലച്ചത്. ചിലയിടത്ത് ഏറെ നേരമെടുത്ത് ബില്ലടിക്കാൻ കഴിഞ്ഞെങ്കിലും റേഷൻ കടകൾക്ക് മുൻപിൽ വരി നിന്ന് കാർഡുടമകൾ വലഞ്ഞു. ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്ന ശ്രീനാരായണപുരം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ പ്രാദേശിക കുടിവെള്ള പദ്ധതികൾ ആരംഭിക്കാൻ തീരുമാനം. MLA ET ടൈസൺ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതികൾ നടപ്പിലാക്കുക. പ്രാദേശിക ശുദ്ധജല സ്രോതസ്സുകളും ഉപയോഗശൂന്യമായ വാട്ടർ ടാങ്കുകളും പദ്ധതിക്കായി ഉപയോഗിക്കും. ഓരോ പ്രദേശത്തേക്കുള്ള കുടിവെള്ളം അതാത് പ്രദേശത്ത് നിന്ന് പമ്പ് ചെയ്യുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പ്രാദേശിക കുടിവെള്ള വിതരണ പദ്ധതികൾക്കായുള്ള പ്രൊജക്ട് തയ്യാറാക്കാൻ പഞ്ചായത്തിന് നിർദ്ദേശം നൽകിയതായി ET ടൈസൺ MLA പറഞ്ഞു. എടത്തിരുത്തി പഞ്ചായത്ത് രാമംകുളം കുടിവെള്ള പദ്ധതി 4, 5, 6 വാർഡുകളിൽ ആവശ്യമായിട്ടുള്ള കുടിവെള്ളം അവിടെ നിന്ന് തന്നെ പമ്പ് ചെയ്യാനുള്ള ഒരു മാർഗം ഞങ്ങൾ ആദ്യം ഒരു പൈലറ്റ് പ്രോജക്റ്റായിട്ട് എടുത്തു. ഇപ്പോഴാണെങ്കിൽ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് കുടിവെള്ള ക്ഷാമമുള്ള സ്ഥലത്ത് നല്ല വാട്ടർ ടാങ്കുകളുടെ ശുദ്ധജലവും ലഭ്യമാണ്. അതുപോലെ കിണറും നല്ല സോഴ്സായിട്ട് നമുക്ക് വെള്ളം എടുക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ അത്തരം സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നുള്ള ഗൗരവപ്പെട്ട ആലോചന അവർ നടത്തുന്നുണ്ട്. അവരൊരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. ആ പ്ലാനിൻ്റെ ഭാഗമായിട്ട് പ്രാദേശിക കുടിവെള്ള വിതരണം നന്നാക്കി കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ശ്രമം ആരംഭിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ പൊതുവായിട്ട് അങ്ങനെ എടുക്കാൻ പറ്റിയ നല്ല കുളങ്ങൾ സംവിധാനങ്ങളുള്ള ഒരു പഞ്ചായത്തിൽ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പദ്ധതി നടപ്പാക്കാൻ കഴിയാവുന്ന രീതിയിൽ തുടർ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അതനുസരിച്ചുള്ള നല്ല പ്ലാൻ പഞ്ചായത്തിൻ്റെ ഒക്കെ നല്ല മേൽനോട്ടത്തിൽ നേതൃത്വത്തിലും ഉണ്ടാക്കുന്നതിനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. ദേശീയപാത 66ന്റെ നവീകരണം ആരംഭിച്ചതോടെ ജലവിതരണം താറുമാറായ അവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിലാണ് MLAയുടെ നേതൃത്വത്തിൽ പ്രാദേശിക ജലവിതരണ പദ്ധതികൾക്ക് രൂപം നൽകുന്നത്. തൃശൂർ തിരുവമ്പാടി ഏകാദശിയോടനുബന്ധിച്ചുള്ള സംഗീതോത്സവത്തിന് തുടക്കമായി. വയലിൻ വിദ്വാൻ C. രാജേന്ദ്രൻ, വീണ വിദ്വാൻ മുടിക്കൊണ്ടാൻ രമേശൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. തിരുവമ്പാടി ദേവസ്വം സംഗീത തിലകം അവാർഡ് മൃദംഗ വിദ്വാൻ മണ്ണാർകുടി ഈശ്വരനെ സമ്മാനിക്കും. ജനുവരി 10-നാണ് തിരുവമ്പാടി ഏകാദശി. തൃശൂർ തിരുവമ്പാടി ഏകാദശി സംഗീതോത്സവത്തിന്റെ ഭാഗമായി ഗംഗ ശശിധരന്റെ സംഗീത കച്ചേരി വിസ്മയമായി മാറി. സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ കുഞ്ഞു കലാകാരിയുടെ കലാപ്രകടനം സദസ്സിന് വിസ്മയമായി. മൃദംഗത്തിൽ പൂങ്ങാട് സനോജും തകിലിൽ തൃപ്പുണ്ണിത്തറ ശ്രീകുമാറും ഘടത്തിൽ മൂർത്തിയേടം സുധാകരനും പക്കമേളമൊരുക്കി. കേരള വിഷൻ ഉപഭോക്താക്കൾക്കായി നടത്തുന്ന സമ്മാനോത്സവം 2025ന്റെ ചേലക്കര മേഖലയിലെ സമ്മാന കൂപ്പൺ വിതരണം നടന്നു. ചേലക്കരയിൽ COA ജില്ലാ ട്രഷറർ CG ജോസ്, ഹോട്ടൽ അലങ്കാർ എലൈറ്റിന്റെ ജനറൽ മാനേജർ രവികുമാറിന് സമ്മാന കൂപ്പൺ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. TCV ഡയറക്ടറും മേഖലാ പ്രസിഡന്റുമായ ജേക്കബ് ജെറോം, മേഖലാ സെക്രട്ടറി KV മനോജ്, ട്രഷറർ V മണികണ്ഠൻ, ബെന്നി PV ലിൻഡോ എന്നിവർ സംസാരിച്ചു. കേരള വിഷൻ സമ്മാന പദ്ധതി 2025 എന്ന പേരിൽ നടപ്പിലാക്കുന്ന സമ്മാന പദ്ധതി 2025 ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസങ്ങളിലായി നടത്തപ്പെടുകയാണ്. തൃശൂർ കേരള വിഷന്റെ കീഴിലുള്ള മുഴുവൻ ഡിജിറ്റൽ വരിക്കാർക്കും ബ്രോഡ്ബാൻഡ് വരിക്കാർക്കും കൂപ്പൺ നൽകി സമ്മാന പദ്ധതിയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ പരമമായ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി ചേലക്കര മേഖലയിൽ എലൈറ്റ് ഹോട്ടലിൻ്റെ മാനേജർക്ക് കൂപ്പൺ നൽകിക്കൊണ്ട് ഈ ചേലക്കര മേഖലയുടെ ഈ സമ്മാന കൂപ്പൺ വിതരണ ഉദ്ഘാടനം നടത്തപ്പെടുകയാണ്. കേന്ദ്ര സർക്കാർ നടത്തുന്ന സ്വകാര്യവൽക്കരണ ശ്രമങ്ങളെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തി ചെറുക്കുമെന്ന് CITU കേന്ദ്ര കമ്മിറ്റി അംഗം PK ഷാജൻ പറഞ്ഞു.
ചണ്ഡീഗഡിലെ വൈദ്യുതി തൊഴിലാളി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ തൃശൂർ എജിസ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KEWF സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP ശൈലേഷ് അധ്യക്ഷത വഹിച്ചു. AP ഡേവിസ്, K ഷീജ, മുഹമ്മദ് ഷഹീർ, സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. കുഴികൾ നിറഞ്ഞ് കരാഞ്ചിറ വലിയ പാലത്തിന് സമീപത്തെ റോഡ്. പാലത്തിനോട് ചേർന്ന അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കരാഞ്ചിറ വലിയ പാലത്തിൽ യാത്ര ചെയ്യാൻ കുഴികൾ കടക്കണം. പാലത്തിലേക്ക് കടക്കുന്ന 50 മീറ്റർ താഴെയുള്ള ഭാഗത്തെ കുഴികളാണ് യാത്രികരെ ദുരിതത്തിലാക്കുന്നത്. കാട്ടൂരിൽ നിന്ന് അന്തിക്കാട്, തൃപ്രയാർ, തൃശൂർ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള പ്രധാന മാർഗമാണ് കരാഞ്ചിറ വലിയ പാലം. നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഈ പാലത്തിൽ വാഹനങ്ങൾ കുഴികളിൽ വീണ് അപകടം സംഭവിക്കുന്നത് പതിവാണ്. കുഴി ഒഴിവാക്കി ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും സഞ്ചരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് ഇതിന് സമീപമുള്ള റോഡുകളിലെ കുഴികൾ അടച്ചിരുന്നു. പാലത്തിനോട് ചേർന്ന റോഡിലെ കുഴികൾ അടയ്ക്കണം എന്ന ആവശ്യമുയർന്നപ്പോൾ പാലം കരുവന്നൂർ കാട്ടൂർ റോഡിന്റെ ഭാഗമല്ല എന്ന മറുപടിയാണ് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പൊതുമരാമത്ത് ഇറിഗേഷൻ വകുപ്പുകൾ പാലത്തിലെ കുഴികളെ കൈയൊഴിഞ്ഞ മട്ടാണ്. കുഴികൾ അടച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കന്നുകാലികളെ ചികിത്സിക്കാൻ ആധുനിക സംവിധാനമില്ലാത്തത് ക്ഷീരകർഷകരെ വലയ്ക്കുന്നു. കുന്നംകുളം മേഖലയിൽ പലയിടത്തും പശുക്കൾ ചത്തിട്ടും രോഗകാരണം കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന് ക്ഷീരകർഷകർ ആരോപിച്ചു. രോഗം ബാധിച്ച പശുക്കളുടെ അസുഖകാരണം കണ്ടെത്താനാകാതെ നടത്തുന്ന ചികിത്സ ഫലം ചെയ്യാത്തതാണ് പശുക്കൾ ചാകാൻ കാരണം. രോഗം ബാധിച്ച പശുക്കളുടെ രക്തം പരിശോധിക്കാൻ നിലവിൽ മേഖലയിൽ സംവിധാനങ്ങളില്ല. ഇത് കാരണം രോഗലക്ഷണം കണ്ടുള്ള ചികിത്സയാണ് ഇപ്പോൾ നടത്തുന്നത്. തളർന്നു വീഴുന്ന പശുക്കൾക്ക് കൃത്യമായ ചികിത്സ കിട്ടാത്തതിനാൽ ഇവ മരണത്തിന് കീഴടങ്ങുകയാണ്. ക്ഷീരകർഷകനായ കാട്ടകാമ്പാൽ പഞ്ചായത്ത് അംഗം പ്രദീപ് കൂനത്തിന്റെ 8.5 മാസം ഗർഭിണിയായ പശു 2 ദിവസം മുൻപ് ചത്തിരുന്നു. രോഗം കൃത്യമായി തിരിച്ചറിയാൻ കുന്നംകുളം മേഖലയിൽ സംവിധാനങ്ങളില്ലെന്ന് പ്രദീപ് കൂനത്ത് പറഞ്ഞു. ആടുകൾക്കും സമാന രീതിയിൽ രോഗങ്ങൾ ബാധിച്ചാലും രോഗം തിരിച്ചറിയാൻ സംവിധാനങ്ങളില്ല. ക്ഷീരകർഷകർക്ക് വേണ്ടി കോടികൾ ചെലവാക്കുന്ന സർക്കാർ മൃഗചികിത്സയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. വടക്കാഞ്ചേരി അകമല പട്ടാണിക്കാട് മാനിന്റെ ജഡം കണ്ടെത്തി. മാനിനെ പട്ടികൾ കടിച്ചുകൊന്നതാണെന്നാണ് സംശയം. പ്രദേശത്ത് പ്രവർത്തിച്ചുവരുന്ന ഷെൽട്ടറിലെ പട്ടികൾ പുറത്തുചാടി ആളുകൾക്ക് ശല്യമുണ്ടാക്കുന്നതായി പരാതി നൽകിയിട്ടും നടപടികൾ ഉണ്ടായില്ലെന്ന് നഗരസഭാ വാർഡ് കൌൺസിലർ ബുഷറ റഷീദ് പറഞ്ഞു. നഗരസഭയോട് ഷെൽട്ടർ ഒഴിവാക്കാൻ ഹൈക്കോടതി അറിയിച്ചിട്ടും നഗരസഭ തീരുമാനമെടുക്കാത്തത് പ്രദേശത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ബുഷറ റഷീദ് ആരോപിച്ചു. ജീവൻ രക്ഷിക്കാൻ യുവാവ് സുമനസ്സുകളുടെ സഹായം തേടുന്നു. രക്തകോശങ്ങളെയും മജ്ജയെയും ബാധിക്കുന്ന അപൂർവ ഇനം ക്യാൻസർ ബാധിച്ച് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിൽ ചികിത്സയിൽ കഴിയുന്ന പെരുമ്പിലാവ് നെടിയടത്ത് വീട്ടിൽ 28 വയസ്സുള്ള നന്ദനാണ് ജീവൻ രക്ഷിക്കാൻ സുമനസ്സുകളുടെ സഹായം തേടുന്നത്. നിശ്ചയം കഴിഞ്ഞ് വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് 7 മാസം മുൻപ് നന്ദന്റെ രോഗം തിരിച്ചറിഞ്ഞത്. അന്നു മുതൽ ചികിത്സ തുടരുന്നുണ്ടെങ്കിലും രോഗം ഗുരുതരമായി തന്നെ തുടരുകയാണ്. ജീവൻ രക്ഷിക്കണമെങ്കിൽ മജ്ജ മാറ്റിവെക്കൽ മാത്രമാണ് പ്രതിവിധിയെന്ന് ഡോക്ടർമാർ പറയുന്നു. ഇതിന്റെ ഭാഗമായുള്ള വിദഗ്ധ ചികിത്സയ്ക്ക് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം. 30 ലക്ഷത്തോളം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. 4 വർഷം മുൻപ് നന്ദന്റെ പിതാവ് മരിച്ചിരുന്നു. അമ്മ കിടപ്പ് രോഗിയാണ്. വീടും പുരയിടവും ബാങ്കിൽ പണയത്തിലാണ്. നാട്ടുകാരുടെ സഹായത്താലാണ് ഇതുവരെയുള്ള ചികിത്സാ ചെലവുകൾ കണ്ടെത്തിയത്. വിദേശത്ത് ജോലി ചെയ്തിരുന്ന സഹോദരൻ രോഗശയ്യയിലായ നന്ദനെ പരിചരിക്കാൻ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തുക കൂടി ചെയ്തതോടെ കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി. നന്ദന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ചെയർമാനും പൊതുപ്രവർത്തകനായ KE സുധീർ കൺവീനറുമായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിക്കുകയും SBI ബാങ്ക് പെരുമ്പിലാവ് ശാഖയിൽ അക്കൗണ്ട് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 4366379616. TCV ന്യൂസ് കുന്നംകുളം. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7080 രൂപ, പവന് 56640 രൂപ. വെള്ളി ഗ്രാമിന് 93 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3196 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും.
പുതുവത്സരത്തെ വരവേൽക്കാൻ നാടൊരുങ്ങി. നിയമലംഘനങ്ങൾ തടയാൻ പരിശോധന കർശനമാക്കി പോലീസ്. വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുന്നവർ മൊബൈൽ നമ്പർ പ്രദർശിപ്പിക്കണമെന്ന് പോലീസ്. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയുടെ പുനർനിർമ്മാണം വൈകുന്നു. റോഡ് പുനർനിർമ്മാണം പൂർത്തിയാകാൻ ഇനിയും 1 വർഷമെടുക്കുമെന്ന് സൂചന. തൃശൂർ കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഡെപ്യൂട്ടി മേയർ ML റോസി. തൃശൂർ കോർപ്പറേഷന്റെ ചരിത്രത്തിലെ ഏറ്റവും അധപതിച്ച കൌൺസിലാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നും കുറ്റപ്പെടുത്തൽ. കുന്നംകുളം ആർത്താറ്റ് ഭാര്യ സഹോദരിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് കടബാധ്യതകൾ തീർക്കാൻ. തെളിവെടുപ്പിനിടെ പ്രതിയെ കയ്യേറ്റത്തിനൊരുങ്ങി നാട്ടുകാർ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദുരിതം പേറി ജില്ലയും. പോയ വർഷം ജില്ല കണ്ടത് പൊള്ളുന്ന വെയിലും പ്രളയം സൃഷ്ടിച്ച മഴയും. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദുരിതം പേറി കർഷകരും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.